ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ 3 ദിവസവും ട്രെയിനിങ് നടത്തിയിരുന്നില്ല. മസിൽ ഫാറ്റിക് ആയിരുന്നു വിഷയം. എന്നാൽ പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ നെയ്മർ ജൂനിയർ ഇപ്പോൾ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നെയ്മർ തന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല സാന്റോസുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നെയ്മർക്ക് നിലവിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല. വളരെ നോർമലായിക്കൊണ്ട് തന്നെ നെയ്മർ ട്രെയിനിങ് നടത്തി തൻ്റെ സഹതാരങ്ങളോടൊപ്പം കളിക്കളത്തിൽ ട്രെയിനിങ്ങിൽ സമയം ചിലവഴിച്ചു എന്നാണ് ലുക്കാസ് മുസേറ്റി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഫിസിക്കൽ പ്രശ്നങ്ങൾ ഒന്നും നെയ്മർക്കില്ല. ആവശ്യമായ ഒരു വിശ്രമം അത് നെയ്മർ ജൂനിയർ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മിറാസോളിനെതിരെയാണ് സാന്റോസ് ഒരു മത്സരം കളിക്കുക. ആ മത്സരത്തിൽ നെയ്മർ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ എല്ലാവരും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ കാര്യത്തിൽ ഇനി ആശങ്ക വേണ്ട. അദ്ദേഹം ഇപ്പോൾ ഓക്കെയാണ്. നിലവിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല. നമുക്കറിയാം, വരുന്ന 16-ാം തീയതിയാണ് ആഞ്ചലോട്ടി ബ്രസീലിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനു മുന്നേ സാന്റോസിനോടൊപ്പം 2 മത്സരങ്ങളാണ് നെയ്മർക്ക് കളിക്കേണ്ടി വരുന്നത്. ആ 2 മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തുക, എന്നിട്ട് ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം നേടുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്കുള്ളത്. ഏതായാലും ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർ ജൂനിയർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.